ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി കത്തി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. വേറൊന്നുമല്ല, വഖഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് വഖഫുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി. അവിടെ സെഷൻ 14 വഖഫ് ഭേദഗതി നിയമത്തിലെ സെഷൻ 14 നടപ്പിലാക്കാം എന്നാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സെഷൻ 14 എന്ന് പറഞ്ഞാൽ അത് അമുസ്ലിങ്ങളെ നിയമിക്കാൻ തയ്യാറാണ് എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അത് അങ്ങനെ നിയമിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം, ഈ കുറേ അധികം വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് LDF സർക്കാർ വഖഫ് ബോർഡ് രൂപീകരണം മനഃപൂർവ്വം വൈകിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം. ആ വാദം ഇപ്പോൾ പൊളിയുകയാണ്. എങ്ങനെയാണ് പൊളിയുന്നതെന്നല്ലേ? 2014 UDF ഭരണകാലത്ത് വഖഫ് ബോർഡിന്റെ കാലാവധി അവസാനിച്ച് 1 വർഷം കഴിഞ്ഞാണ് പുതിയ ബോർഡ് രൂപീകരിച്ചത്. കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അന്ന് IAS ഉദ്യോഗസ്ഥനെ 1 വർഷക്കാലം അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ സർക്കാർ വിജ്ഞാപനങ്ങളുടെയും ഉത്തരവിന്റെയും പകർപ്പ് പുറത്തു വന്നതോടെ LDF സർക്കാരിനെതിരെ തെറ്റിദ്ധാരണ പരത്താനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമാണ് പൊളിയുന്നത്. നമുക്ക് നോക്കാം അന്ന് സർക്കാരിനെ പറ്റിയത് എന്താണെന്ന് പരിശോധിക്കാം. ശരി, തിയോഫിനാണ് കേട്ടോ ചേരുന്നതിനോടൊപ്പം. തിയോഫിൻ, ഈ വഖഫിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തുടർച്ചയായി പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പി രാജീവ് മുൻ മന്ത്രി എല്ലാ ദിവസവും അതിന് കൃത്യമായി വസ്തുതകൾ നിരത്തിക്കൊണ്ട് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന പുതിയ ആരോപണം എന്ന് പറയുന്നത് ഈ ബോർഡ് രൂപീകരിക്കാൻ LDF സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്നാണ്. അങ്ങനെ വൈകിപ്പിച്ചിട്ടുണ്ടോ തിയോഫിൻ? രേഖകൾ നമ്മളോട് പറയുന്നത് എന്താണ്? മനു, അതായത് LDFിൻ്റെ കാലത്ത് ഈ വഖഫ് ബോർഡ് പുനഃസംഘടന അത് മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. ഈ ആരോപണങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നു, നമ്മളത് പുറത്തുവിട്ടിട്ടുമുണ്ട്. എന്നാൽ ഈ തെറ്റിദ്ധാരണജനകമായുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അതൊരു പതിവായി മാറിയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഈ വഖഫ് ബോർഡിൻ്റെ വിഷയത്തിലേക്ക് വരാം. വഖഫ് ബോർഡിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ നേരത്തെ, അതായത് സമാനമായ രീതിയിൽ തന്നെ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞ് ഒരു പുനഃസംഘടന നടക്കുന്നത് അത് കഴിഞ്ഞ UDF, ഇപ്പോഴത്തെ അല്ല, 10 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, അന്ന് UDFിൻ്റെ കാലത്ത് നടന്ന ആ പുനഃസംഘടന 1 വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷമാണ്. 2013 ബോർഡിൻ്റെ കാലാവധി അവസാനിക്കുന്നു. അതിനുശേഷം 1 വർഷത്തോളം സമയമെടുത്തു. 2014 പുതിയ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. ഈ ഒരു തവണ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞ് ഇത് പുനഃസംഘടന നടത്തി അംഗങ്ങളെല്ലാം തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ അംഗങ്ങളെ നിയമിച്ച് പുതിയ ബോർഡ് രൂപീകരിച്ച് വരുമ്പോഴേക്കും ഏകദേശം 1 വർഷത്തോളം സമയം സാധാരണ എടുക്കുന്നു എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ആ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് ഉൾപ്പെടെയുള്ള നടന്നു തീരേണ്ട സ്വാഭാവിക സമയമാണ്. അപ്പോൾ അത് പൂർത്തിയാകുന്നത് വരെയുള്ള സമയത്തേക്ക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കലാണ് പതിവ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഭരണകാലത്ത്, ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്ന് IAS ഉദ്യോഗസ്ഥനായ TO സൂരജിനെയാണ് അന്ന് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത്. TO സൂരജ് അന്ന് ചുമതലയേറ്റ് 1 വർഷത്തോളം ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സൊക്കെ നടന്നു പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അന്ന് ഈ പുതിയ ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ അത് സ്വാഭാവികമായി തന്നെ 1 വർഷത്തോളം സമയം എടുത്തിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ വഖഫ് ബോർഡിൻ്റെ കാലാവധി പൂർത്തിയായ സമയത്ത് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് നിയമത്തിൽ വ്യത്യാസം വരുന്നത്. അതിനിടെ അതായത് പുതിയ ബോർഡ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായി തന്നെ തൊട്ട് മുൻപുള്ള വഖഫ് ബോർഡിൻ്റെ കാലാവധി 1 വർഷത്തേക്ക് നീട്ടി നൽകുകയും ചെയ്തിരുന്നു 2024. ആ നീട്ടി നൽകിയപ്പോൾ 1 വർഷം കൂടി സ്വാഭാവികമായി വഖഫ് ബോർഡിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും. ആ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയത്താണ്, അതായത് നീട്ടി നൽകിയ കാലാവധിക്കിടയിലാണ് കേസ് കോടതിയിലേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വഖഫ് ബോർഡിൻ്റെ ഒരു വഖഫ് നിയമം വരുന്നത്. ആ വഖഫ് കേസ് വരുന്ന സാഹചര്യം കൂടി നമുക്ക് ഇതോടൊപ്പം പറയാം. വഖഫ് നിയമം വരുന്നു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഇതിനിടെ വഖഫ് സംരക്ഷണ സമിതിയെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ ആ കേസ് ഉള്ള സാഹചര്യത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാതെ വരുന്നു. അങ്ങനെ അത് നീണ്ടുപോകുന്നു. പക്ഷേ വലിയ കാലാവധിയല്ല. അത് ആദ്യത്തെ വഖഫ് ബോർഡിൻ്റെ കാലാവധി 1 വർഷം നീട്ടി കൊടുത്തപ്പോഴാണ് 1 വർഷം കൂടി അത് മുന്നോട്ട് പോകുന്നത്. പിന്നീട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നു, തെരഞ്ഞെടുപ്പ് നടത്തുന്നു, പുതിയ വഖഫ് ബോർഡ് വരേണ്ടതുണ്ട്. ഇതിനിടയിലാണ് പുതിയ വഖഫ് നിയമത്തിലെ ഭേദഗതി വരുന്നത്. അപ്പോൾ ആ പുതിയ വഖഫ് ബോർഡ് രൂപീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ആ നിയമ ഭേദഗതി അമുസ്ലിങ്ങളെ നിയമിക്കുക എന്ന കാര്യം, അത് ആ രണ്ട് സ്ഥാനങ്ങളിലേക്ക് മുസ്ലിം ഇതര വിഭാഗക്കാരെ നിയമിക്കണമെന്ന ഒരു തീരുമാനം ബില്ലിൽ വന്നതുകൊണ്ടും അതിനിടയിൽ ആ കേസ് നിലനിൽക്കുന്നുണ്ട്. വഖഫ് സംരക്ഷണ സമിതിയുടെ കേസ് കൂടി കോടതിയിലുള്ളതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആ 2 സ്ഥാനങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടാണ് പുതിയ വഖഫ് ബോർഡ് രൂപീകരിച്ചത് ഇടതുമുന്നണി സർക്കാർ. അതിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണം കൂടി നടത്തുന്നത്. മനു, നോക്കാം ഈ തെറ്റിദ്ധാരണകളിലൂടെ എത്ര കാലം ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നോക്കാം. വസ്തുതകൾ പറയാനില്ലാത്തപ്പോൾ തെറ്റിദ്ധാരണകൾ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുക, വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറയുക, അതാണ് ഇപ്പോൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.